ഹായ് ഫ്രണ്ട്സ്, അന്ന് നമ്മൾ ഇഞ്ചിയുടെ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ ഇഞ്ചി ഇന്ന് നമ്മൾ പറിക്കാൻ പോവാണ്. വല്ലതും ഉണ്ടോയെന്ന് നോക്കാം. 2 ചാക്കിനകത്തായിട്ടാണ് ഇഞ്ചി ഉള്ളത്. ഇന്ന് എന്താണെങ്കിലും നമ്മളിത് പറിക്കുക. അപ്പം നമ്മളിത് പറിച്ച് നോക്കാൻ പോവാ, വല്ലതും ഉണ്ടോയെന്ന് നോക്കാം. ഉള്ളതേ ഉള്ളൂ. അപ്പം ഇങ്ങനെയാണ് പറിച്ചെടുക്കുന്നത്. നല്ല മണ്ണിളക്കമാണ്. ചകിരിച്ചോറും ചാണകപ്പൊടി ഇട്ടാണ് നമ്മളിത് നട്ടുവെച്ചത്. പറിക്കാനുള്ള സമയമായെന്ന് വിചാരിച്ചിട്ട് പറിക്കുകയാണ്. കുറച്ചൊക്കെ ഇങ്ങനെ ഇതിൻ്റെ തണ്ടൊക്കെ ഇങ്ങനെ പഴുത്ത് തുടങ്ങിയായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു പരുവാകുമ്പോൾ പറിക്കണമെന്നാണ് എല്ലാവരും പറഞ്ഞത്. ഇതിനകത്തൊക്കെ നന്നായിട്ടുണ്ടായിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നാടൻ ഇഞ്ചിയാണെന്ന് തോന്നത്തില്ല. അതുപോലെ വലിപ്പത്തിലുണ്ടായിട്ടുണ്ട്. ഓരോ ചവിട്ടിയിൽ നിന്ന് ഇഷ്ടം പോലെ കിട്ടുന്നത്. കുറച്ചും കൂടെ വലിയ ചാക്കായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് കിട്ടിയേനെ. ഇത് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. നമ്മൾ നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ചൊക്കെ നമ്മൾ അടുത്ത വർഷത്തേനുള്ള വിത്തിനാക്കി മാറ്റി വെക്കും, നല്ലതായിട്ട് വിളഞ്ഞത്. അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും മുള പൊട്ടി വന്നു തുടങ്ങിയുണ്ടോ, പുതിയ പുതിയ മുളകൾ കിളുത്തോണ്ടിരിക്കുന്നതേ ഉള്ളായിരുന്നു. അപ്പം ഞാനെപ്പോഴും പറയാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല, നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നതിനോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. പിന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. കണ്ടോ, ഇത്ര ഇഞ്ചിയാണ് ഈ ഒരു ചാക്കിനകത്തുനിന്ന് കിട്ടിയത്. കണ്ടോ, ഇത്ര ഇഞ്ചി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചാക്കും കൂടെ ഉണ്ട്, അതുകൂടെ പറിച്ചിട്ട് കാണാം. ഇതിനകത്ത് കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ഈ ഇഞ്ചി നട്ട് വെച്ച വീഡിയോ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നട്ട് വെക്കുമ്പോൾ ഞാൻ കാണിക്കാം, എങ്കിലും ഞാനൊന്ന് പറയാം. നമ്മൾ ഈ ചാക്കിൻ്റെ അടിയിൽ നിറച്ച് നമ്മൾ കരികില ഇടും. കരികില ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് മണ്ണിടും. ഇതുപോലെ ഈ ഇഞ്ചിയുടെ ഈ കാണുന്ന തണ്ടൊക്കെ നമുക്കിടാം. അപ്പോൾ അതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് മണ്ണിടും. ആ മണ്ണിട്ട് കഴിഞ്ഞിട്ട് ഒരു ശകലം ചാണകപ്പൊടിയോ നിങ്ങളുടെ കയ്യിലുള്ള വളം എന്തുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിടുക. അതിട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് ഒത്തിരി താഴ്ത്തി ഇഞ്ചി വെക്കരുത്. ശകലം പൊക്കി പൊക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒടിച്ചൊടിച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് വളരെ കുറച്ച് മാത്രം മണ്ണിട്ട് വെക്കുക. മുളച്ച് വന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് കൂടുതൽ മണ്ണ്, ഒരുപാട് മണ്ണ് അല്ലെങ്കിൽ ഇഞ്ചിക്ക് വേണ്ട, വളരെ കുറച്ച് മണ്ണ് മതി. അപ്പം അങ്ങനെ മണ്ടയ്ക്ക് കുറച്ച് മണ്ണ് വിട്ട് കുറച്ച് ഇതുപോലെ പൊതയിട്ട് കൊടുക്കണം. എന്തെങ്കിലും ചപ്പ് ചവറുകൾ അടിച്ചു വാരുന്ന വല്ല കരികിലകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്ത് വെച്ചാൽ മതി. എല്ലാ ദിവസവും ഒന്നും വെള്ളമൊന്നും ഒഴിക്കണ്ട. ആഴ്ചയിൽ ഒരു തവണയൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി. തീരെ നനവില്ലെങ്കിൽ മാത്രം. ഇഞ്ചിക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇത് കണ്ടോ, വലിയൊരു ഇഞ്ചിയാണ് കിട്ടിയേക്കുന്ന ഒരു കടയാണിത്. ഇതുണ്ടോ, ഒരൊറ്റ കടയിൽ നിന്ന് കിട്ടിയതാണ്. ആ ചാക്കിനകത്ത് ഏറ്റവും വലിയ ഇഞ്ചി ഇതായിരുന്നെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഏറ്റവും വലുപ്പത്തിൽ കിട്ടിയ ഒരു ഇഞ്ചിക്കടയാണ്. ഇത് കണ്ടോ, ഇത്രയും വലിപ്പത്തിലാണ് നമുക്ക് ഈ ഒരെണ്ണം കിട്ടിയത്. അപ്പോൾ നമ്മളിത്
ഇതിൻ്റെ തണ്ടൊക്കെ പറിച്ച് മാറ്റി എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കാണിക്കാം. ഇനി അതിൻ്റെ എല്ലാം വള്ളിയെല്ലാം പറിക്കണം. അപ്പോൾ ഇതിനകത്ത് ഇത്രേ ഇഞ്ചിയേ ഉള്ളൂ. നല്ല മണ്ണിളക്കം കണ്ടോ, ഇങ്ങനെ നല്ല മണ്ണിളക്കം വേണം, എങ്കിൽ മാത്രമേ നമുക്ക് നല്ല വിളവ് കിട്ടത്തുള്ളൂ. നമുക്കൊരു 2 ബാഗിനകത്തു നിന്നാണ് ഇത്രയും ഇഞ്ചി കിട്ടിയേക്കുന്നത്. നല്ല അടിപൊളി ഇഞ്ചിയാണ് കണ്ടോ, നല്ല വിളഞ്ഞ് പരുവമായിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യണം, കമൻറ്റും ചെയ്യണം എല്ലാവരും. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ അറിയിക്കുക. ഞാൻ വലിയ കൃഷിക്കാരിയൊന്നും അല്ല, പക്ഷേങ്കിൽ എൻ്റെ ചെറിയൊരറിവ് വെച്ചും നിങ്ങളെപ്പോലുള്ള യൂട്യൂബർമാർ ഓരോ വീഡിയോകൾ ചെയ്യുന്നതൊക്കെ കണ്ട് അതിനകത്തുനിന്ന് ഒക്കെയാണ് ഓരോന്ന് കണ്ടും കേട്ടുമൊക്കെ ഞാനും ഈ കൃഷിയിലേക്ക് വന്നത്. ഇതിങ്ങനെയൊക്കെ നമ്മൾ പറിച്ചെടുക്കുന്ന കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമല്ലേ, നമ്മുടെ വീട്ടുമുറ്റത്തുനിന്ന് തന്നെ നമുക്കിങ്ങനെ പറിച്ചെടുക്കാൻ പറ്റുന്നത്. കണ്ടോ, ഇത്രയും നല്ല വിഷമൊന്നും ചെയ്യാത്ത, നമ്മൾ രാസവളങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല. ആകപ്പാടെ വല്ലപ്പോഴും ഇടുന്ന കുറച്ച് ചാണകപ്പൊടി, പിന്നെ കോഴിവളമോ എന്തെങ്കിലും ഒരു മാസത്തിൽ ഒരു തവണ പോലും ഞങ്ങൾ ഇട്ട് കൊടുക്കാറില്ല ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ കണ്ടേനെ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് കഴുകിയിട്ട് കാണാം. നമ്മൾ ഈ ഇഞ്ചിയുടെ ഈ ഇതെടുത്തിട്ട്, ഇപ്പം നല്ല ചൂടുകാലമല്ലേ, ഇതൊരു ചാമ്പയാണ്. അപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ഇങ്ങനെ താത്ത് കൊടുക്കുവാണ്, അതിനൊരു പൊതയായിട്ടിരുന്നോളും, അതിന് നല്ല തണുപ്പും കിട്ടും. ഇതൊരു കായ്ച്ച ചാമ്പയാണ്, ഇപ്പോൾ ഉടനെ തന്നെ കായ്ക്കും. അപ്പം നമ്മൾ നല്ല വൃത്തിക്ക് കഴുകി എടുക്കുവാണ്. കണ്ടോ, തെളിഞ്ഞ് എളുപ്പമുണ്ട്. ഈ ഇഞ്ചി ചിരണ്ടാനും ഒക്കെ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. ഇത് കണ്ടോ, കഴുകി വൃത്തിയാക്കിയ ഇഞ്ചി ഇനിയുണ്ട്. ഇത് കണ്ടോ, ചെറിയൊരു ഗ്രോ ബാഗിനകത്തൊക്കെ പറിക്കാനുണ്ട്. നമ്മളത് ഒന്നും ആയിട്ടില്ലെന്ന് തോന്നുന്നു, അതും കൂടി ഇപ്പോൾ പറിക്കുന്നില്ല. ഈ ഒരെണ്ണത്തിലും ഉണ്ട്. ഇതിനകത്ത് ഇത് കണ്ട് ഇഞ്ചി ആയി വരുന്നതേ ഉള്ളെന്ന് തോന്നുന്നു. ഇത് ചെറിയൊരു ജാറായിരുന്നു, അത് മുറിച്ചിട്ട് ഞാൻ അതിനകത്ത് വെച്ചതാണ്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയും ഇഞ്ചിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കണ്ടോ, ഇത്രയും ഇഞ്ചിയുണ്ട്. കണ്ടോ, നമ്മളിത് കഴുകി വൃത്തിയാക്കി. കണ്ടോ, ഇത്രയും ഇഞ്ചിയാണ് നമുക്ക് കിട്ടിയത്. കണ്ടോ, നല്ല അടിപൊളി ഇഞ്ചി കണ്ടല്ലോ. കണ്ടോ, കണ്ടോ, നല്ല വലിപ്പമുള്ള ഇഞ്ചികളാണ് എല്ലാം. അതെ കണ്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.